ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യമനിൽ നടത്തിയ ആക്രമണത്തിൽ ഹൂത്തി ഗവൺമെന്റിലെ പ്രധാനമന്ത്രിയായ അഹമ്മദ് ഗലബി അൽ റഹ്മിയെയും 8 മന്ത്രിസഭാ അംഗങ്ങളെയുമാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനുശേഷം ഇസ്രായേലി മന്ത്രിസഭയിൽ വലിയ വാക്കുതർക്കങ്ങളും വഴക്കുകളുമാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഹീബ്രു പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രമണത്തിന് ശേഷം അതീവ രഹസ്യമായി അണ്ടർഗ്രൗണ്ടിൽ മന്ത്രിസഭാ യോഗം കൂടേണ്ടി വരുന്നതാണ് മന്ത്രിമാരെ നെതന്യാഹുവിനെതിരായി തിരിയാൻ കാരണമാക്കിയിട്ടുള്ളത്. ഈ കൊലപാതകങ്ങൾക്ക് അതേ നാണയത്തിൽ അതിഭീകരമായ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊള്ളാനാണ് അള്ളാഹുവിന്റെ നാമത്തിൽ ഹൂത്തികളുടെ പ്രസ്താവനയെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും ദി ടൈംസ് UK, ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിനും അയാളുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും മരണമണി മുഴങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി നിലവറയിൽ മന്ത്രിസഭാ യോഗം കൂടാനുള്ള ഒരു യോഗമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനോടൊപ്പം ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വക്താവായ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. താൻ കൊല്ലപ്പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണെന്നാണ് അബു ഉബൈദ കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇസ്രായേൽ ഈ അബു ഉബൈദയെ ഉന്നം വെച്ചുകൊണ്ട് വളരെ നാളായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തെ പിടികൂടാനോ കൊല്ലാനോ IDF കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ നടത്തിയ ആക്രമണത്തിൽ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്നുള്ളത് അവരെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിലെ പല പ്രമുഖ കമാൻഡർമാരും ഇതിനകം കൊല്ലപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്തകൾ പുറത്തുവിട്ട അറബ് പത്രങ്ങളെ ഇസ്രായേൽ ഹീബ്രു പത്രങ്ങൾ വളരെയധികം രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഉമ്മാർ പറയുന്നത്. അതായത് ഇവര് എക്കാലവും ഈ കള്ളത്തരങ്ങൾ മൂടി വെക്കുന്നത് കൊണ്ട് ഇവരുടെ സത്യം പുറത്തു വരിക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അങ്ങനെ ആരെങ്കിലും സത്യം പുറത്ത് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉമ്മാരെല്ലാം കൂടി പത്രങ്ങളെ തെറിവിളിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം ഇസ്രായേൽ സൈനികർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ പുറത്തു പോകുന്നതും അവരുടെ സൈനികർ കൊല്ലപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ ഇപ്പോൾ ഏത് വിദേശ പത്രപ്രവർത്തകരെ കണ്ടാലും അവിടേക്ക് ആക്രമണങ്ങൾ നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തുടരുന്നത്. എന്നിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഒരാക്രമണത്തിൽ 7 സൈനികർ ഒറ്റയടിക്കാണ് കൊന്നത്. അതുകൂടാതെ ഹമാസ് ഇസ്രായേലുമായി പോരാടുന്ന ഒരുപാട് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ അവരുടെ ഒരുപാട് ടാങ്കുകളെല്ലാം തകർത്ത് കളയുന്ന വീഡിയോകളുണ്ട്. ഇതിനുള്ളിലെല്ലാം 4-5 അമ്മമാർ വെച്ച് കാണും. ഇവന്മാരെല്ലാം കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇസ്രായേൽ അംഗീകരിക്കില്ല. ഇവന്മാർ ഈ ശവമെല്ലാം കൂടെ വാരിക്കെട്ടി ഇസ്രായേലിലേക്ക് കൊന്ന് അവിടുത്തെ വാർത്തകളും രഹസ്യമായി മൂടി വെക്കുന്നതുകൊണ്ട് ജനങ്ങൾ പോലും ഇക്കാര്യം അറിയാൻ പോകുന്നില്ല. ഗസയിലേക്ക് പോയ പട്ടാളക്കാരൻ തിരിച്ചു വന്നില്ല. അത്ര തന്നെയാണ് ജനങ്ങൾ കരുതിയാൽ മതി. ഇതെല്ലാം പിന്നീട് പുറത്തു വരും എന്നുള്ളതാണ് വാസ്തുത. പക്ഷെ ഇവരത്ര മൂടി വെച്ചിട്ടും ഈ വാർത്തകൾ പുറത്തു വരുന്നത് കൊണ്ട് ഇസ്രായേലി ജനങ്ങൾക്കിടയിൽ ഇക്കാര്യം പ്രചരിക്കുന്നതിനാൽ അവരുടെ പ്രതിഷേധങ്ങളുടെ അളവ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. നെതന്യാഹുവിനും മന്ത്രിമാർക്കും ഒന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം സൈനിക മേധാവിയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ മുന്നിലേക്ക് ആളുകൾ തടിച്ചുകൂടുകയും വീടിന്റെ ജനലിലെ ചില്ലുകളെല്ലാം എറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് വലിയ പ്രശ്നമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഓരോ മന്ത്രിമാരുടെയും വീടിന് മുന്നിൽ പ്രതിഷേധക്കാരെല്ലാം തടിച്ചു കൂടിക്കൊണ്ട് ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജൂതജനങ്ങളെ സംബന്ധിച്ച് ഗസയിൽ ഈ സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ യാതൊരുവിധ താല്പര്യമില്ല. എത്രയും വേഗം അവർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ബന്ദികളെ തിരിച്ചെടുക്കാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നെതന്യാഹുവോ അയാളുടെ ഈ തീവ്ര സൈനികരോ അതല്ലെങ്കിൽ ഈ തീവ്ര മന്ത്രിമാരോ ഒന്നും സമ്മതിക്കുന്നില്ല. ഇവരെല്ലാം ഭീകരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരു വിധത്തിൽ അവസാനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന് നഷ്ടം വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇസ്രായേലിന്റെ സൈന്യം കൊല്ലപ്പെടുന്നത് പോലല്ല ഹമാസിന്റെ ആൾക്കാർ കൊല്ലപ്പെടുന്നത്. സൈന്യം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിനും വിലപ്പെട്ട ആൾക്കാരാണ്. ഇവരെ പരിശീലിപ്പിച്ചെടുക്കാനും ഒക്കെ വളരെയധികം ചെലവുള്ള ഇതാണ്. തന്നെയുമല്ല ഇസ്രായേൽ സൈന്യത്തിൽ ഇപ്പോൾ വളരെയധികം സൈനികരുടെ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പുരാതന ഓർത്തഡോക്സ് വിഭാഗമായ ഹരേതികളിൽ നിന്നും ആളുകളെ സൈന്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടും അവർ അതിശക്തമായ എതിർപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും സൈന്യത്തിലേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണരൊക്കെ പോലെ പൗരോഹിത്യമുള്ളവരാണ്. മതവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് അതുമായിട്ട് ജീവിച്ചു പോകുന്നവന്മാരാണ് ഈ ഹരേതികൾ എന്ന് പറയുന്നത്. അവരെ സൈന്യത്തിലെടുത്ത് ഇവന്മാരെ യുദ്ധത്തിന് വിട്ട് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം 10 ദിവസം കൊണ്ട് യാത്ര തുടങ്ങും മിക്കവാറും. അതുകൊണ്ട് അവരാരും പോവില്ല. അവർക്ക് യുദ്ധ പരിചയമില്ല. ആ ഒരു മാനസികാവസ്ഥയുമല്ല ഹരേതികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവന്മാരാരും യുദ്ധത്തിന് പോകാൻ തയ്യാറല്ല. അവർ അതിരൂക്ഷമായ പ്രതിഷേധം നടത്തുകയാണ്. ഞങ്ങളാരും പട്ടാളത്തിൽ ചേരില്ല എന്നുള്ളത്. പൊക്കിയെടുത്ത് പട്ടാളത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പം ഈ ഇസ്രായേലി സൈന്യം നടത്തുന്നത് എന്നുള്ളതാണ് രസം.
അതിനിടെ ഹമാസിനെ തോൽപ്പിച്ചുകൊണ്ട് ഗസ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നറിയുന്ന സൈനിക തലവൻ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവുമെന്ന് നെതന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും ഹീബ്രു പത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇത് ഞാൻ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഈ നിർബന്ധം ഇപ്പോൾ കൂടി വരികയാണ്. നിങ്ങൾക്കൊരിക്കലും ഗസയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാൻ കഴിയില്ല എന്നാണ് സൈനിക മേധാവി തന്നെയാണ് പറയുന്നത്. പക്ഷെ നെതന്യാഹു അതൊന്നും ഭാവിക്കുന്നില്ല എന്നുള്ളതാണ്. അയാൾ ഗസയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി അയാൾക്ക് ഗസ പിടിച്ചെടുക്കണം. പക്ഷെ അവിടെ താമസിക്കുന്ന 22 ലക്ഷം ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഹമാസിനെയും എന്ത് ചെയ്യുമെന്ന് യാതൊരു ഊഹം അവർക്കില്ല. ഹമാസ് അതിശക്തമായി പോരാടുകയാണ്. അവരിപ്പോൾ ഏറ്റവും പുതിയ പുതിയ ആയുധങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തെ നേരിടുന്നത്. അവരുടെ അനേകം ടാങ്കുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും എല്ലാം നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹമാസിനെ പെട്ടെന്നൊന്നും അവർക്ക് തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കയറി പോകാൻ കഴിയില്ല. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ഹൂത്തികളെ ആക്രമിച്ച അവരുടെ മന്ത്രിസഭാംഗങ്ങളെ കൂടി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കാരണം ഹൂത്തികളിൽ നിന്ന് വലിയ തോതിൽ ഒരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ ആക്രമണങ്ങളിൽ നിന്നും ഈ മന്ത്രിമാരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സൈന്യത്തിന് മേൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഇനി ഇവന്മാരെ കൂടി സൈന്യം സംരക്ഷിക്കേണ്ടി വരും. അത് മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ ഈ മന്ത്രിമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിൽ ചാവേർ ആക്രമണങ്ങൾ നടക്കുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പും ഈ മന്ത്രിമാരെല്ലാം വല്ലാതെ ഭീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അത് കാരണം ഒറ്റ ഒരുത്തനും പുറത്തിറങ്ങാൻ കഴിയില്ല. പൊട്ടിത്തെറിക്ക് പോകുന്ന ഭയം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ ഹൂത്തി, ഹിസ്ബുള്ള പോലുള്ള ഗറില്ല സംഘങ്ങളുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയതിന്റെ പ്രത്യാഘാതം എങ്ങനെയായിരിക്കുമെന്ന് ഇസ്രായേലി ഇന്റലിജൻസിന് പോലും യാതൊരുവിധ ഊഹവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ജൂതന്മാർക്കിടയിൽ നിന്ന് തന്നെ അവർ ചാവേറുകളെ വിലക്കെടുക്കും എന്നൊരു ഭയവും ഈ സൈന്യത്തിനും സർക്കാരിനുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ തന്നെ ഇസ്രായേലിൽ നിന്ന് ഒരുപാട് ഇറാന്റെ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഇറാന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ജൂതന്മാരെ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ പോലീസ് പല പ്രാവശ്യമായിട്ട് പിടികൂടിയിട്ടുണ്ട്. അവരിൽ പലരും ഇപ്പോൾ വിചാരണയും നേരിടുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനി ചാവേറുകളായിട്ട് വരുമോ എന്നൊരു ഭയമാണ് ഇസ്രായേലി ഇന്റലിജൻസിനുള്ളത്. അതൊരു പക്ഷേ നെതന്യാഹുവിനെ തന്നെ മുന്നോട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് മൂലം നെതന്യാഹുവിന്റെ സെക്യൂരിറ്റിയും ഇപ്പോൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ ഹൂത്തികളുടെ മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്ന വാർത്തയാണ്. അവരുടെ പ്രധാനമന്ത്രി, പിന്നെ സാമൂഹികാര്യ മന്ത്രി, കൃഷി മന്ത്രി, പിന്നെ ധനകാര്യം, വിദ്യാഭ്യാസം, ആഭ്യന്തരം, വിദേശകാര്യം, അങ്ങനെ എല്ലാ വകുപ്പിലും പെട്ട പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം ഈ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹൂത്തി ഗവൺമെന്റിന്റെ മന്ത്രിസഭാ യോഗം കൂടുന്നതിനിടയിലേക്ക് ആക്രമണം നടത്തിയത് കൊണ്ടാണ് ഇത്രയധികം മന്ത്രിമാർ കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവർ മന്ത്രിമാരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ട് ആദ്യം അതായിരിക്കുമല്ലോ പുറത്തു വരുന്നത്. മൊത്തം ഏതാണ്ട് 162 പേരെ മറ്റാണ് കൊല്ലപ്പെട്ടവരും മരിച്ചവരും ഒക്കെ ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വലിയ ആക്രമണമാണ് ഇസ്രായേൽ ഹൂത്തികൾക്കിടയിൽ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 10, 25, 30 പേരെങ്ങാണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരെല്ലാം ഉൾപ്പെടെ അത്രയും പേര് കൊല്ലപ്പെട്ടിട്ടുള്ളതാണ്. ഇറാനിലും ഇതേ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാനിലെ സൈനിക തലവന്മാരും അവരുടെ മന്ത്രിമാരും അതുപോലെ സയന്റിസ്റ്റും എല്ലാം കൂടി യോഗം കൂടുന്നതിടത്തേക്ക് ഒരാക്രമണം നടത്താൻ സാധിച്ചത് കൊണ്ടാണ് ഇറാനിലും അവിടെ പ്രമുഖരെ എല്ലാം കൊല്ലാൻ ഇസ്രായേലിന് സാധിച്ചത്. അതൊരു പക്ഷേ ഭാഗ്യം കൊണ്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റിയത് കൊണ്ടായിരിക്കും. അതേ അവസ്ഥ തന്നെ ഇനി ഇസ്രായേലിലും വരാൻ സാധ്യതയാണ് എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തും ഒറ്റുകാരുണ്ടല്ലോ. അത് ഇസ്രായേലിൽ മാത്രമല്ല, അത് ഇറാന്റെയും കാണും, ഹൂത്തികളുടെയും കാണും, എല്ലാവരുടെയും കാണും. അപ്പം എല്ലാ രാജ്യങ്ങളിലും ഒറ്റുകാരുള്ളതുകൊണ്ട് ഇങ്ങനെ യോഗം കൂടുന്നത് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ആക്രമണം നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഈ ഹൂത്തികളുടെ നേരെ നടത്തിയ ആക്രമണമാണ് ഇസ്രായേൽ മന്ത്രിസഭയിൽ ഇപ്പോൾ വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുള്ളത്. കാരണം അവർ ഗറില്ല സംഘമായതുകൊണ്ടാണ്. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന അഭിപ്രായമാണ് ഈ മന്ത്രിസഭയിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത്. അവരെ ആക്രമിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് മന്ത്രിസഭയിലുള്ള പലരും നെതന്യാഹുവിനോട് പറയുന്നത്. പക്ഷെ അയാൾ അതൊന്നും നോക്കുന്നില്ല. അയാൾക്ക് വൻ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് പുള്ളിക്കൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പോയി കൊന്നച്ച് വാടാ എന്ന് പറഞ്ഞ് സൈന്യത്തെ അയക്കുമെന്നല്ലാതെ അയാളുടെ പ്രൊട്ടക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. മന്ത്രിമാരൊക്കെ ചത്തു കഴിഞ്ഞാൽ അടുത്ത ആളെ എടുക്കാം. അതാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇതിനകത്ത് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഹൂത്തികളുടെ ഗവൺമെന്റിലെ മന്ത്രിസഭാംഗങ്ങളെയൊക്കെയാണ് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞത്. അവർക്ക് ഒരു സൈനിക തലവനെയോ അല്ലെങ്കിൽ ഹൂത്തികളുടെ തലവനെ പോലും കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊല്ലാൻ കഴിയാത്തത് ഇസ്രായേൽ കൂടുതൽ അപകടമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന അഭിപ്രായമാണ് ഇസ്രായേലിൽ പൊതുവെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഇസ്രായേലിലെ മുൻ സൈനിക തലവന്മാരൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലുമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഹൂത്തികളുടെ സൈനിക തലവന്മാരെ, അതായത് യഹിയാസാരി പോലുള്ള ആൾക്കാരെ കൊന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫലം ചെയ്തേനെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കുറെ മന്ത്രിമാരെ കൊന്നു അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനം ചെയ്യുന്നില്ല. അവർ പുതിയ ആൾക്കാർ വീണ്ടും വരുന്നു. പക്ഷേ ഈ സൈനിക തലവന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന സൈന്യത്തിലെ തലവന്മാരെ തട്ടാൻ കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ കടന്നു വരും. പക്ഷെ പഴയ തലത്തെയും
എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇസ്രായേലിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, ഇതിപ്പം അവരെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയും ഈ ഗവൺമെന്റിലെ മന്ത്രിമാരെയും പ്രധാനമന്ത്രിയൊക്കെ കൊന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനെ ഗസയിൽ നിന്ന് വരുന്നത് ഹമാസ് ഈ കഴിഞ്ഞ ദിവസം 4 ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ്. വരും ദിവസങ്ങളിൽ ഹമാസ് കൂടുതൽ സൈനികരെ പിടികൂടുമെന്നൊരു ഭയം ഇസ്രായേൽ സൈന്യത്തിന് വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ സൈനികരെ പിടികൂടി ബന്ദികളാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ കാര്യങ്ങളെ വഷളാക്കും എന്ന ഒരു ഭയവും ഇസ്രായേൽ സൈനിക നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇയാൾ പറയുന്നത് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാകും. അതല്ലെങ്കിൽ ഇവരെ അങ്ങനെ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ മോചിപ്പിക്കാനൊക്കെ വലിയ പാടാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച യുദ്ധത്തിൽ ഇനി വീണ്ടും വീണ്ടും ഇസ്രായേൽ സൈനികരെ കൂടി ഹമാസ് പിടികൂടി ബന്ദികളാക്കിയാൽ അത് നെതന്യാഹു സർക്കാരിന് കൂടുതൽ പ്രതിസന്ധിയാവും ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വിഷയം, ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികള് കൊല്ലപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഈ സൈന്യവും നെതന്യാഹുവും ഒക്കെ വല്ലാതെ പരിങ്ങലിലായിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണങ്ങളിലാണ് ഈ ബന്ദികൾ കൊല്ലപ്പെടുന്നത് എന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ സൈന്യം ഇത് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ബന്ദികളെ ഹമാസ് കൊലപ്പെടുത്തുന്നതാണെന്നാണ്. പക്ഷേ ഈ കൊല്ലപ്പെടുന്ന ബന്ദികളെ കിട്ടുന്നത് മുഴുവൻ കെട്ടിടങ്ങൾക്ക് ഇടയിൽ നിന്നായതുകൊണ്ട്, അതായത് തകർന്ന കെട്ടിടങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്നായതുകൊണ്ട് ഇതെല്ലാം ആക്രമണത്തിലാണ് തകർന്നത് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തെ വിശ്വാസത്തിലെടുക്കാൻ ജൂതർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ജനങ്ങളെ കൊല്ലാനല്ല, പകരം അവരെ രക്ഷിക്കാനാണ് സൈന്യം ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ നെതന്യാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹമാസുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഈ ബന്ദികളെ തിരിച്ചെടുക്കുക എന്നല്ലാതെ ഗസയിലേക്ക് പോയി കുറേ ആൾക്കാരെ കൊല്ലുകയും കുറേ സൈനികരെ കൊല്ലുകയും കുറേ ബന്ദികളെ കൂടി അവർക്ക് പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവിടുന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്നാണ് ഈ പ്രതിഷേധക്കാർ നെതന്യാഹുവിനോടും അയാളുടെ സൈന്യത്തോടും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും യുദ്ധം നെതന്യാഹു സർക്കാരിനെ സംബന്ധിച്ച് അത്ര പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.